ഹലോ എവരി വൺ, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു എൻ്റെ ഒരു സിമ്പിൾ ആൻഡ് ഹമ്പിൾ ഈവനിങ് വ്ളോഗാണ്. ഒരു അടിപൊളി സ്നാക്സ് റെസിപ്പി ഉണ്ട് മക്കൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന. അപ്പം നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോയാലോ. എന്ത് രസമല്ല ഈ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കേട്ടിരിക്കാൻ. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു പാട്ടിൻ്റെ മ്യൂസിക് അത്. ഈവനിങ് സ്നാക്സ് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. ഇത് ഞങ്ങൾ ഇന്നലെ ലുലുവിൽ പോയപ്പോൾ വാങ്ങിയ കോണാണ് കേട്ടോ. ഇതിന് എത്രയാണ്? 31 രൂപ എത്രയേ ഉള്ളൂ. കുഴപ്പമില്ല, ഇതുപോലെ രണ്ടെണ്ണം വാങ്ങി. ഞങ്ങൾ എപ്പോഴും മുമ്പ് ഇങ്ങനത്തെ കോൺ വാങ്ങും, എന്നിട്ട് ഉപ്പും നാരങ്ങനീരും മുളക് പൊടി മേലെ വിത്തിട്ട് അങ്ങനെ കഴിച്ച് തിന്നാണ് പതിവ്. അപ്പം എനിക്ക് തോന്നി ഇന്നൊരു വെറൈറ്റി ആയിട്ട് ഒരു സ്നാക്സ്, അത് BBQ മോഡല് നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു കോൺ അങ്ങനെ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. ആദ്യത്തിനാണെങ്കിൽ സ്കൂളിലേക്ക് പോകാൻ തുടങ്ങിയ പിന്നെ ഇന്ന് അസുഖങ്ങളാണ്. ഇപ്പോഴത്തെ യൂറിൻ ഇൻഫെക്ഷൻ ആയിട്ടിരിക്കുക. അത് കാരണം ഇന്ന് സ്കൂളിൽ പോയിട്ടില്ല. ഓരോരോ കാരണം ഉണ്ടാവും ആദ്യട്ടും സ്കൂളിൽ പോകാതിരിക്കാൻ. അസുഖങ്ങൾ വരുമ്പോൾ പിന്നെ നമുക്ക് സ്കൂളിലേക്ക് പോകാൻ ധൈര്യം ഉണ്ടാവില്ലല്ലോ സ്കൂളിലേക്ക് വിടാനായിട്ട്. അത് കാരണം ആദ്യത്തെ മിക്കവാറും ദിവസങ്ങളിൽ എനിക്ക് കൂട്ടിന് കാണാറുണ്ട്. ഇപ്പോൾ അങ്ങനെ ചോളത്തിൻ്റെ തൊലിയും നാരുകളും ഒക്കെ നമ്മൾ മാറ്റി സുന്ദരക്കുട്ടപ്പനാക്കി എടുത്തിട്ടുണ്ട്. ഇനി ചോളത്തിനെ ഇങ്ങനെ മണിയായിട്ട് ഇങ്ങനെ വേർതിരിച്ചെടുക്കണം. അതാണ് ഒരു ടാസ്ക് ഈ സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഞാൻ കുറേ കൈ കൊണ്ട് ഞാനിങ്ങനെ പറിച്ചിടാനൊക്കെ ആയിട്ട് നോക്കിയ, പക്ഷേ സ്പീഡിൽ അങ്ങോട്ട് വരുന്നില്ല. പിന്നെയാണ് ഞാൻ കത്തിക്കൊണ്ട് ഇങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ പ്രസ് ചെയ്ത് പിടിച്ച് നമ്മളിങ്ങനെ അകത്തി ഇങ്ങനെ എടുത്തപ്പോഴുണ്ട് പെട്ടെന്ന് നമുക്കത് ഊരിയെടുക്കാൻ പറ്റി കേട്ടോ. അപ്പം നിങ്ങളിത് ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ കത്തി വെച്ചിട്ട് ഇങ്ങനെ നന്നായിട്ട് അമർത്തിയിട്ട് ആക്കുമ്പോൾ നന്നായിട്ട് പോന്നോളും. ഞാനിത് ആദ്യം ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാവുമെന്ന് വിചാരിച്ചതായിരുന്നു. ഇത് ചെയ്യണ്ടായിരുന്നു തോന്നി. പിന്നെ ടെക്നിക്ക് പിടികിട്ടി. കത്തി ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ നേരെ ഇതിൽ അമർത്തിയിട്ടാക്കി കഴിഞ്ഞാൽ ഇങ്ങനെ നന്നായിട്ട് പോരും കിട്ടാം. കണ്ടോ, കത്തി ഇങ്ങനെ നേരെ വെച്ചിട്ട് നന്നായിട്ട് അമർത്താം. പിന്നെ ഇതെങ്ങനെ നല്ല പച്ചക്ക് കഴിക്കാനും ഭയങ്കര രസം. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് സ്വീറ്റ് കോണാണ്. അല്ലാത്ത കോൺ വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാണ്ട. സ്വീറ്റ് കോൺ ആയതുകൊണ്ട് തന്നെ ഇതിനാണ് നല്ല രസം. എന്നിട്ട് നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. നമ്മളിത് റെഡി ആയിട്ട് വെച്ചിരിക്കുന്ന ഈ മണിയായിട്ട് വെച്ചിരിക്കുന്ന ചോളുണ്ടല്ലോ, അത് തിളയ്ക്കുന്ന വെള്ളത്തിലേക്ക് ഇട്ടിട്ട് ഒരു 10 മിനിറ്റ് നന്നായിട്ട് അങ്ങ് തിളപ്പിച്ചെടുക്കണം. ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കോൺ. ഒരാൾക്ക് പോലും ഇഷ്ടമില്ലാത്തതില്ല. 5 പേർക്കും ഒരേപോലെ ഇഷ്ടമാണ്. ഞങ്ങൾ ഇങ്ങനെ മെനക്കെടാറില്ല എന്ന് മാത്രം. ഞങ്ങൾ വെറുതെ വേവിച്ച് ഉപ്പും മുളക് പൊടിയും നാരങ്ങനീരും വെറുതെ ഇങ്ങനെ മുകളിലങ്ങ് ആക്കിയിട്ട് വെറുതെ കടിച്ച് തിന്നും. നല്ല രുചി തന്നെയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ചോളമൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കതൊരു സ്ട്രെയിനറിലോട്ട് നന്നായിട്ട് ഒഴിച്ച് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാട്ടിയിട്ടുണ്ടായിരുന്നില്ലേ ഒരു നോൺ വൂവൻ ടിഷ്യൂ കൗണ്ടർ ടോപ്പൊക്കെ തുടയ്ക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. അത് നമുക്ക് റീയൂസബിൾ ആണെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെൻ്റെ കഴിഞ്ഞായിരുന്നു. ഞാനത് വീണ്ടും ലുലുവിൽ പോയപ്പോൾ വാങ്ങി. നമുക്ക് പലതരത്തിലുള്ളൊരു ഉപയോഗം ഉണ്ട് കേട്ടോ അതിന്. നിങ്ങൾ പറ്റുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് വാങ്ങി ഉപയോഗിച്ച് നോക്കി കഴിഞ്ഞാൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഉപയോഗിക്കും. ഇത് പല നീളത്തിൽ വരുന്നുണ്ട്. ചെറുതിൻ്റെ വരുന്നുണ്ട്, വലുതിൻ്റെ വരുന്നുണ്ട്. പക്ഷേ എനിക്ക് ഇത്തിരി കൂടി നീളമുള്ളതാണ് ഞാൻ ഒന്നും കൂടി പ്രിഫർ ചെയ്യുക. നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ ഇത്തിരി നീളമുള്ളത് വാങ്ങാം. എൻ്റെ അത്രയ്ക്ക് നീളമില്ല. 23x21 സെൻറ്റിമീറ്റർ അങ്ങനെ എത്രയോ ആണ്. അങ്ങനെ നമ്മുടെ ചോളമൊക്കെ വേവിച്ച് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കണം. 2 ടീസ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കണം. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും 1 ടീസ്പൂൺ മുളക് പൊടിയും. അധികം എരിവില്ലാത്ത മുളക് പൊടിയാണെങ്കിൽ നന്നാവും, മക്കൾക്കൊക്കെ കൊടുക്കാനുള്ളതല്ലേ. ഇതൊക്കെ കൂട്ടി നന്നായിട്ട് കുഴച്ചെടുക്കണം കേട്ടോ. നമ്മൾ മിക്സ് ചെയ്തു. പക്ഷേ കണ്ടില്ലേ, പൊടിയൊന്നും ചോളത്തിൽ ശരിക്ക് കോട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ എന്ത് ചെയ്യണം? വീണ്ടും കുറച്ച് കോൺഫ്ലോർ ഇതിലേക്ക് ചേർക്കണം. ഒരു 2 ടീസ്പൂണും കൂടി കോൺഫ്ലോർ ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് കുഴച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് കോട്ട് ചെയ്തിരിക്കും കേട്ടോ. അപ്പം നമുക്ക് ടോട്ടൽ 4 ടീസ്പൂൺ കോൺഫ്ലോർ 2 സ്റ്റെപ്പായിട്ട് ചേർത്ത് കൊടുക്കണേ. അങ്ങനെ അപ്പം എൻ്റെ കയ്യിൽ വലിയ തിരക്കേടില്ലാണ്ട് പിടിച്ചിട്ടുണ്ട്. എൻ്റെ കയ്യിൽ കോൺഫ്ലോർ കുറവായിരുന്നു, അതുകൊണ്ടാണെന്ന് തോന്നുന്നു. നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ട് കോട്ട് ചെയ്യുന്ന രീതിയിൽ വരുത്താം കേട്ടോ. പിന്നെ നമുക്കുള്ള അടുത്ത പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായി ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കണം. അത്യാവശ്യം നന്നായിട്ട് വെളിച്ചെണ്ണ തന്നെ ഒഴിക്കണേ. വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചാൽ നല്ല ടേസ്റ്റാണ്. ഇപ്പം നിങ്ങളിൽ ഇല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ അങ്ങനെ എന്ത് ഓയിലായാലും കുഴപ്പമില്ല. നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ മാത്രം ഈ ചോളത്തിന് അങ്ങ് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. കണ്ടോ, നമ്മുടെ ചോളമൊക്കെ നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്.
ഇങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. വെളിച്ചെണ്ണ നന്നായിട്ട് വറന്ന് പോകാനായിട്ട് വറുത്ത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു സ്ട്രെയിനറിലോട്ട് തന്നെ ഇട്ടാൽ മതിയാവും കേട്ടോ. അപ്പോൾ നന്നായിട്ടുള്ള അതിൽ നിൽക്കുന്ന വെളിച്ചെണ്ണയൊക്കെ അങ്ങ് ഒലിച്ച് പൊക്കോളും. അങ്ങനെ എൻ്റെ ചോളൊക്കെ വറുത്ത് കഴിഞ്ഞിട്ടുണ്ട്, അതിലത്തെ ഓയിലൊക്കെ പോയി. അപ്പോൾ ഞാൻ ഒരു പാത്രത്തിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചേർക്കണം. ആദ്യം നമുക്കിതേ ഒരു കുറച്ച് കുരുമുളക് ഇട്ട് കൊടുക്കാം. മുളക് പൊടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം, ഞാൻ മക്കൾക്കായതുകൊണ്ട് മുളക് പൊടി ചേർത്ത് കൊടുക്കണില്ല. എന്നിട്ട് കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടെന്ന് എനിക്ക് തോന്നി, നിങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കാം. എന്നിട്ട് കുറവുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാൻ അത് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. നെക്സ്റ്റ് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ചാറ്റ് മസാലയാണ്. പക്ഷേ ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് നമ്മുടെ മാഗി മസാല ഉണ്ടല്ലോ, ആ മാഗിയിലുള്ളിൽ കാണുന്ന ഒരു സാഷയിൽ കാണുന്നൊരു മസാല, അതാണ് ഞാൻ ചേർത്ത് കൊടുക്കണത്. ഒരു വെറൈറ്റി ടേസ്റ്റ് വരും കേട്ടോ നമ്മുടെ ഈ ചോളത്തിന്. അതിലേക്ക് നമുക്ക് കുറച്ച് സവാള ചേർത്ത് കൊടുക്കണം, കുറച്ച് മല്ലിയിലും കുറച്ച് ചെറുനാരങ്ങ നീരും, അരമുറി ചെറുനാരങ്ങ നീരും മതി. സവാളയൊക്കെ നന്നായിട്ട് കുനുകുനാന്ന് അരിയുക, മല്ലിയില കുനുകുനാന്ന് അരിയുക. മല്ലിയില അധികം വേണ്ട കേട്ടോ, അതിൻ്റെ ഓവർ ഫ്ലേവറായ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അധികം പുളിയും വേണ്ട, ആവശ്യത്തിന് മതി. നിങ്ങളത് ടേസ്റ്റ് നോക്കിയിട്ട് ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് അത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പം നമ്മുടെ സംഭവം ശരിയായിട്ട് കേട്ടോ. ഞാൻ കഴിച്ച് നോക്കട്ടെ, ടേസ്റ്റ് ഉണ്ടോ. മല്ലിയില ഫ്ലേവർ വരുമ്പോൾ എന്ത് രസം. നമ്മളെടുക്കുന്ന സാധനങ്ങൾ അപ്പം തന്നെ ക്ലീൻ ചെയ്ത് അതാത് സ്ഥലത്ത് കൊണ്ടുവച്ചാൽ നമുക്ക് വലിയ പണി ഉണ്ടാവില്ല. ഞാൻ അനുഭവത്തിൽ നിന്ന് പഠിച്ചതാണ് കേട്ടോ. അല്ലെങ്കിൽ ഏറ്റവും അവസാനം ഒരു ഓട്ടബഹളം നമ്മൾ ചെയ്യേണ്ടി വരും. എല്ലാതും മാറ്റി പെറുക്കി വെച്ച് ക്ലീൻ ചെയ്യേണ്ട ഒരു പരിപാടി വരും. നെക്സ്റ്റ് ജോലി എന്താ? അതെ, പാത്രം കഴുകൽ. ഒരുപാട് പാത്രങ്ങൾ തന്നെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതും കൂടിയും കഴുകി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ക്ലീനായി. ഒന്നൊക്കെ പിന്നെ കൗണ്ടർ ടോപ്പും കൂടി തുടയ്ക്കാം. അപ്പോൾ നമ്മുടെ കിച്ചൺ നീറ്റായി. ഞാൻ എപ്പോൾ പാത്രം കഴുകി കഴിഞ്ഞാലും ആ ടാപ്പും കൂടി അതിൻ്റെ കൂടെ അങ്ങോട്ട് തുടയ്ക്കും കേട്ടോ. അപ്പോൾ ഈ കറുത്ത കളറിൽ ആ ടാപ്പിൻ്റെ സൈഡിൽ അങ്ങനെ ഇരിക്കുന്നത് എനിക്കിഷ്ടമല്ല. അപ്പോൾ ഞാൻ അത് അപ്പോൾ തന്നെ ആ ഒരു ഗ്രീൻ സ്പോഞ്ച് വെച്ചിട്ട് അങ്ങ് കഴുകും. അതുപോലെ തന്നെ ആ സിങ്ക് ഒന്ന് കഴുകിയിടും. അപ്പോൾ അങ്ങനെ സിങ്ക് കഴുകിയിട്ട് കഴിഞ്ഞാൽ ഒരുപാട് നാൾ കഴുകാണ്ടിരുന്ന് കഴിഞ്ഞാൽ ഒരു വഴുക്കൽ പോലെയും ഒരു കറകളൊക്കെ വരും. അപ്പോൾ കഴുകിയിട്ട് കഴിഞ്ഞാൽ പിന്നെ ആ ഒരു പ്രശ്നമില്ല. ഇനി കൗണ്ടർ ടോപ്പ് തുടയ്ക്കുക. പിന്നെ ഗ്യാസ് സ്റ്റൗവിൻ്റെ അവിടെ എന്തെങ്കിലും പൊടികളൊക്കെ വീണിട്ടുണ്ടെങ്കിൽ തുടച്ചെടുക്കാം. അതും കൂടി കഴിഞ്ഞാൽ ഇനി വേറെ പണികളൊന്നും ഇല്ല. ഇനി പക്ഷേ വൈകുന്നേരത്തിന് ഒരു ചാറ് കറി ഉണ്ടാക്കണം. അത് കുറച്ചും കൂടി കഴിഞ്ഞിട്ട് ഞാൻ ഉണ്ടാക്കുള്ളൂ. മക്കളൊക്കെ പറഞ്ഞ് അവർക്ക് കഴിക്കാൻ കൊടുത്ത് കഴിഞ്ഞിട്ട് ഉണ്ടാക്കുള്ളൂ. എല്ലാ ദിവസങ്ങളിലും അങ്ങനെയല്ല കേട്ടോ, ചില ദിവസങ്ങളിൽ ഞാൻ അങ്ങനെ ചെയ്യാറ്. ഇതേ നമ്മുടെ അന്നമ്മ ആൻ്റപ്പനൊക്കെ എത്തിയിട്ടുണ്ട്. അന്നമ്മയ്ക്കാണെങ്കിൽ സ്കൂളിൽ എക്സാം ഉണ്ടായിരുന്നു. അതിനെ പറ്റിയിട്ട് വിവരണം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നോട്. അവൾക്ക് ഇത്തിരി ടഫായിരുന്നു. അതിനിങ്ങനെ പറയുക, ആ ക്വസ്റ്റ്യനാ വന്നേ, ഈ ക്വസ്റ്റ്യനാ വന്നേ, അങ്ങനെ കുറേ ക്ലാരിഫിക്കേഷൻസാണ്. അപ്പോഴേക്ക് ഞാൻ അവർക്കൊരു പാല് തിളപ്പിക്കുകയാണ്. എല്ലാ ദിവസവും ഒരു ഗ്ലാസ് പാല് കൊടുക്കും. ഒന്നല്ലെങ്കിൽ പാലിൽ കോൺഫ്ലെക്സോ ഫ്രൂട്ട് ഡ്രിങ്ക്സോ അങ്ങനെ എന്തെങ്കിലും ചേർത്ത് കൊടുക്കും, അല്ലെങ്കിൽ ഹോർലിക്സ് ഇട്ട് കൊടുക്കും. തന്നെ ഇവർക്ക് കുടിക്കാനായിട്ട് ഇഷ്ടമില്ല. അങ്ങനത്തെ ഒരു പച്ചാരി ചൊക ഇഷ്ടമല്ല. ഞാൻ അവർക്ക് നമ്മുടെ ആ സ്നാക്സ് അവർക്ക് കൊടുക്കുകയാണ് കേട്ടോ. കുറച്ച് ഞാൻ അപ്പയ്ക്ക് മാറ്റി വയ്ക്കുകയാണ്. ചേട്ടന് മാറ്റി വെച്ചിരിക്കുന്നത് ഫുള്ള് ചിലപ്പോൾ ഇവർ അവസാനിപ്പിക്കും. കൂട്ടത്തിൽ ഞാനും പോയിട്ടൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടാ. അല്ലെങ്കിൽ ചിലപ്പോൾ അമ്മയ്ക്ക് വേണ്ടതെന്ന് ചിലപ്പോൾ ചോദിക്കാറില്ല ഇവർ. അപ്പോൾ അത് കാരണം ഞാനും കൂടി അങ്ങോട്ട് പോയിട്ട് പരിഞ്ഞ് കയറി പോയിട്ട് ഇന്ന് കഴിക്കുകയാണ്. ആദ്യമായിട്ടാണെങ്കിൽ ഇങ്ങനെ കാല് വെച്ചിരിക്കരുതെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. അവൻ്റെ കാലിൻ്റെ പാദത്തിന് ചെറിയ വളവുള്ള കാരണം ഡോക്ടർ പറഞ്ഞത് തന്നെ റെഡി ആയിക്കോളും, പക്ഷേ ഈ മോഡലിൽ ഇരിക്കരുത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇടുപ്പിൻ്റെ അവിടെ തെല്ലിന് പൊട്ടയാണ്. അങ്ങനെ സ്നാക്സൊക്കെ കഴിച്ചു കഴിഞ്ഞു. എൻ്റെയും അന്നമ്മേരെ അൻ്റപ്പൻ്റെ ഒക്കെ കുളി കഴിഞ്ഞു. ആദൂരിൻ്റെ കുളി നേരത്തെ കഴിഞ്ഞത്. അതിന് കുറച്ചും കൂടി കഴിഞ്ഞിട്ട് അവനെ കുളിപ്പിക്കുള്ളൂ. എന്നിട്ട് അവരെടുത്ത് പഠിപ്പിക്കുകയാണ് ഞാൻ. ആദൂട്ടിന് ഇന്ന് സ്കൂളിൽ പോയില്ലെങ്കിലും തലേദിവസം കുറച്ച് എഴുതാണ്ടായിരുന്നു, അതൊക്കെ എഴുതി പഠിപ്പിച്ചു. എന്നിട്ട് ഞാൻ മീൻ വറുക്കാൻ പോവാണ്. കൂന്തലാണ് വറുക്കണേ. കുറച്ച് കൂന്തൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ നന്നാക്കി ഞാൻ ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു. കൂന്തൽ വറുക്കാൻ തുടങ്ങാം. ഞാൻ ഇവിടെ കൂന്തൽ വറുക്കാനായിട്ട് കൂന്തലെന്ന് മാത്രമല്ല ഏത് മീൻ വറുക്കാണെങ്കിലും ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടാറില്ല കേട്ടോ. എൻ്റെ ചേട്ടനത് ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടിയും ഞാൻ മുളക് പൊടിയേക്കാൾ ഇത്തിരി കൂടുതൽ ചേർക്കും, ഉപ്പ് ചേർക്കും. പിന്നെ വെള്ളത്തിന് പകരം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടാണ് ഞാൻ മിക്സ് ചെയ്യുക. അപ്പോൾ
അങ്ങനെ മിക്സ് ചെയ്തിട്ട് നോക്കിയിട്ടില്ലാത്തവർ ഒന്ന് മിക്സ് ചെയ്ത് നോക്കിക്കോളട്ടോ, നല്ലൊരു ടേസ്റ്റ് കൊടുക്കും നമ്മുടെ മീൻ വറുത്തതിനൊക്കെ. ഞാൻ അങ്ങനെ മിക്സൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് മസാല. എന്നിട്ട് അതിലേക്ക് കൂന്തളൊക്കെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വറുക്കുക. വെള്ളം കൂടുതലായിട്ടുള്ളത് നന്നായിട്ട് പിഴിഞ്ഞ് കളഞ്ഞിട്ട് മിക്സ് ചെയ്താൽ മതി കേട്ടോ. എൻ്റെ അമ്മയ്ക്ക് കൂന്തൽ കിട്ടി കഴിഞ്ഞാൽ റോസ്റ്റാണ് ചെയ്യാറ്. കൂന്തലിൻ്റെ റോസ്റ്റ് നമ്മൾ മുട്ട റോസ്റ്റ് ചെയ്യുമ്പോൾ കൂന്തൽ റോസ്റ്റ് ചെയ്യും. പക്ഷേ ഞാൻ കല്യാണം കഴിഞ്ഞ് ട്രിവാൻഡ്രത്തേക്ക് വന്നേ പിന്നെ ചേട്ടനാണ് ഇങ്ങനെ വറുത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്, ചെമ്മീനൊക്കെ കഴിക്കണ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടും എന്നൊക്കെ പറഞ്ഞത്. പിന്നെ ഞാൻ യൂട്യൂബിലൊക്കെ അടിച്ച് നോക്കിയിട്ട് പിന്നെ ഞാൻ വെച്ച് നോക്കിയതാണ് കൂന്തലിൻ്റെ തോരൻ. അതും നല്ല ടേസ്റ്റ് കേട്ടോ. ഞാൻ എപ്പോഴെങ്കിലൊക്കെ കൂന്തലിന് കിട്ടുകയാണെങ്കിൽ ഞാൻ അങ്ങനെയൊക്കെ വെച്ചിട്ട് കാട്ടിത്തരാം. നിങ്ങൾക്കൊക്കെ അറിയായിരിക്കും, എന്നാലും എൻ്റെ വക പറഞ്ഞിരിക്കട്ടെ. കൂന്തൽ വറുക്കുമ്പോഴേ ആദ്യം നമ്മൾ ഹൈ ഫ്ലെയിമിലിടണം, എന്നിട്ട് നമ്മൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് മൂടി വെച്ച് വേവിക്കണം കേട്ടോ. നല്ല ശരിക്ക് വേവുള്ളൂ. തുറന്ന് വെച്ച് കഴിഞ്ഞാൽ പൊട്ടിത്തെറിച്ച് നമ്മുടെ മുഖത്തേക്കൊക്കെ തെറിക്കും. പിന്നെ കുറച്ച് ഫ്ലേവറും മണും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് കറിവേപ്പിലൊക്കെ മുകളിലൊക്കെ ഇട്ട് കൊടുക്കണം. അത് ഏത് മീൻ വറുത്തത് ആയാലും ഞാനത് ഇട്ട് കൊടുക്കും. ഇത് കണ്ട, ഇത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യത്തെ പൂരം എക്സിബിഷൻ, തൃശ്ശൂർ പൂരം എക്സിബിഷൻ പോയിട്ട് വാങ്ങിയതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടം ഇങ്ങനെ ഭരണികളിൽ കുഞ്ഞു കുഞ്ഞു ഭരണികൾ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടം. ഇത് എന്നിട്ട് ഉപയോഗിക്കാൻ തോന്നുന്നില്ല, അതാണ് ഏറ്റവും വലിയ അത്ഭുതം. എന്നിട്ട് പഴയ ഭരണി വെച്ചിട്ട് ഞാനിപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കണേ. എനിക്കൊന്ന് മാറ്റണം ഉപ്പൊക്കെ. അടുത്ത പ്രാവശ്യം ഉപ്പ് വാങ്ങുമ്പോഴ അതേമാതിരി നേരെ പുളി വയ്ക്കാനായിട്ട് കണ്ട ഒരു ഭരണി വാങ്ങിയിട്ടുണ്ട്. ഞാൻ എന്റെ പോലെ ഭരണിപ്രാന്തം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടാവും, കമ്പനിയിൽ അറിയിക്കണേ. എനിക്ക് ഇങ്ങനെ ഇഷ്ടം ഭരണി. അതേമാതിരി കുഞ്ഞു കുഞ്ഞു സ്റ്റീൽ പാത്രങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടം. അതെന്റെ അമ്മയ്ക്ക് അങ്ങനെ തന്നെയാ. അതേപോലെ തന്നെ ആ പാരമ്പര്യം എനിക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ കൂന്തൽ ഫ്രൈ ഒക്കെ ഇവിടെ ശരിയായിട്ടുണ്ട് കേട്ടോ. ഇത് മതി. ഇനി നമുക്ക് വേണമെങ്കിൽ കുറച്ച് സവാളയൊക്കെ അരിഞ്ഞ് ഇതിൻ്റെ മേലെ ഇട്ട് കൊടുത്ത് ജസ്റ്റ് ഒന്ന് ഇളക്കി ഒന്ന് വാട്ടിയൊക്കെ എടുത്ത് കഴിഞ്ഞാൽ വേറൊരു ടേസ്റ്റ് കിട്ടും. ഞാനിപ്പോൾ അങ്ങനെ ചെയ്യണില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്ത് നോക്കിയോട്ടോ. സമയം ഉണ്ടെങ്കിൽ നിങ്ങളത് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റ് തന്നെയാണ്. മീൻ വറുത്തത് അതിൻ്റെ ഫ്ലെയിമൊക്കെ ഓഫാക്കുന്നതിനേക്കാൾ മുന്നേ ഒന്ന് ജസ്റ്റ് ഒന്ന് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് കുറച്ച് കുരുമുളക് പൊടി അതിൻ്റെ മേലെ തൂവി കൊടുത്ത് ഒന്ന് ചൂടാക്കി എടുത്ത് കഴിഞ്ഞാൽ ഒരു പ്രത്യേക മണം കിട്ടും കേട്ടോ. ഇതൊരു ടിപ്പാണേ. അപ്പോൾ നമുക്ക് ചാറുകറി ഉണ്ടാക്കാൻ തുടങ്ങാം. രാത്രി ആവാറായി, മക്കളുടെ പഠിത്തമൊക്കെ കഴിഞ്ഞു. ഞാൻ പരിപ്പും തക്കാളിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതാണ് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു ചാറുകറിയാണ്. ഇതിൻ്റെ കൂടെ മുരിങ്ങക്കായൊക്കെ വേണമെങ്കിൽ ഇടാം. ഞാൻ എൻ്റെ ഇല്ലാത്തതുകൊണ്ട് ഇടുന്നില്ല. നിങ്ങൾ ഇതിൻ്റെ കൂടെ മുരിങ്ങക്കായ ഇടാൻ വേണമെങ്കിൽ, മാങ്ങ ഉണ്ടെങ്കിൽ മാങ്ങ ഇടാം. എന്ത് വേണമെങ്കിൽ നമുക്ക് അങ്ങനെ ചേർക്കാം. ചക്കക്കുരു ചേർക്കാം. ഞാൻ നാളികേരം ഒന്ന് അരയ്ക്കണം, അതാണ് ഒരു പണിയുള്ളൂ. അല്ലെങ്കിൽ പടപടാന്ന് പറഞ്ഞിട്ട് വേഗം കഴിയുമ്പോൾ അയ്യോ സവാളയുടെ കാര്യം മറന്നുപോയി. സവാള ഇടും കേട്ടോ. ഒരു സവാളയോ അര സവാളയോ നമ്മുടെ ഇഷ്ടംപോലെ ചേർക്കാം. ഞാനിപ്പോൾ ഒരു സവാള ഇതിലിടുന്നുണ്ട്. ഒരു സവാള ആയതുകൊണ്ട് വലിയ കണ്ണീരിൻ്റെ പ്രശ്നം വരില്ല. അല്ലെങ്കിൽ കണ്ണീര് വന്ന് കൊളായേനെ. ഒരെണ്ണം ആയതുകൊണ്ട് പടപടാന്ന് വേഗം കഴിയുമല്ലോ. ഞാനെപ്പോഴും പറയണ പോലെ ഈ നടുഭാഗം അതിൻ്റെ ഞങ്ങളവിടെ മൂക്കുന്ന പറയാം, അത് ചെത്തിക്കളയും. അല്ലെങ്കിൽ കറിയിലിടുമ്പോൾ അത് കടിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല, ഒരു സുഖം ഉണ്ടാവില്ല. ഞാൻ ഇതിനേക്കാളും മുന്നേ പരിപ്പ് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. 2 വിസിലടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ കുക്കർ തുറന്ന് അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന എല്ലാ കഷ്ണങ്ങളും ഒരുമിച്ച് അങ്ങ് ഇടുക. എന്നിട്ട് അതിലേക്ക് ഒരു 2 ടീസ്പൂൺ എരിവില്ലാത്ത മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഞാൻ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കണതിൻ്റെ കാരണം നല്ല കളറുണ്ടാവും കറിക്ക്. പിന്നെ അധികം എരിവ് ഉണ്ടാവില്ല, നല്ലൊരു കൊഴുപ്പ് കിട്ടും. അതുകൊണ്ടാണ്. പിന്നെ അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ ആദ്യമൊന്നും മഞ്ഞൾപ്പൊടി അധികം ചേർക്കില്ലായിരുന്നു കേട്ടോ. പിന്നെ അതിൽ നമ്മുടെ ആൻറ്റി ഏജിങ്ങിൻ്റെ കണ്ടൻറ്റൊക്കെ നല്ലതാണെന്നൊക്കെ പറഞ്ഞ കാരണം ഞാനിപ്പോൾ ഒരു ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുക്കാറുണ്ട്. അല്ലെങ്കിൽ എനിക്ക് ചൊകാന്നിരിക്കുന്ന കറികളായിരുന്നു ഇഷ്ടം. നിങ്ങൾക്ക് എങ്ങനെയാണ് ഇഷ്ടം എന്ന് കമൻറ്റിലൂടെ അറിയിക്കാം കേട്ടോ. എന്നിട്ട് കുറച്ച് വേപ്പില ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ചിട്ട് നന്നായിട്ട് വേവിക്കുക. അത് ടൈറ്റായിട്ട് അടച്ചു വെക്കാൻ കേട്ടോ, വെറുതെ അങ്ങ് ജസ്റ്റ് ഒന്ന് മൂടി വെച്ചാൽ മതി. എന്നിട്ട് നമുക്ക് നാളികേരം നരച്ചെടുക്കാം. എൻ്റെ ഓൾറെഡി ചിരകി വെച്ചതുണ്ടായിരുന്നു. ഒരു അരമുറി നാളികേരം മതി കേട്ടോ. അത് ജസ്റ്റ് കുറച്ച് വെള്ളം ചേർത്ത് നന്നായിട്ട് അരയ്ക്കുക. പേസ്റ്റ് പരുവത്തിൽ അരയ്ക്കുക, പിഴിയൊന്നും വേണ്ട. എന്നിട്ട് ഈ തക്കാളിയും നമ്മളൊക്കെ ചേർത്ത് കൊടുത്തിരിക്കുന്ന പച്ചക്കറികളൊക്കെ വെന്ത് കഴിഞ്ഞിട്ട് ഈ അരപ്പങ്ങ് ചേർക്കുക. നന്നായിട്ട് അങ്ങ് തിളപ്പിക്കുക. നമ്മുടെ കറി റെഡി. ഇനി ലാസ്റ്റ് സ്റ്റെപ്പ് എല്ലാ ചെറുകറിക്ക് ചെയ്യുന്ന പോലെ ഒന്ന് താളിക്കണം. നമ്മൾ കടുകും പച്ചലും കറിവേപ്പിലും ഇട്ടിട്ട് ഒന്ന് താളിക്കും. ഈ താളിപ്പ് നമ്മുടെ കറിയിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കും. അത്രയേ ഉള്ളൂ. എന്നിട്ട് പിന്നെ കുറച്ച് ഒരു തവിയിൽ കുറച്ച് കറി എടുക്കുക. എന്നിട്ട് നമ്മൾ താളിച്ച പാത്രത്തിലേക്ക് ഒഴിച്ച് ഒന്ന് ചുറ്റിച്ചിട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കുക. കഴിഞ്ഞു. ഇനി കുറച്ച് നേരം ഒന്ന് മൂടി വയ്ക്കുക. അപ്പം മണമൊക്കെ ഒന്ന് പിടിക്കും. എന്നിട്ട് നമ്മൾ കഴിക്കുന്ന സമയത്ത് എടുക്കുക. ഇത് കണ്ടത് സ്കോച്ച് ബ്രൈറ്റിൻ്റെ
ഇങ്ങനെ വൈപ്പ് ചെയ്തെടുക്കുന്ന ഒരു ഷീറ്റാണ് കേട്ടോ എനിക്ക് ഈ സ്പോഞ്ച് പോലത്തെ. ഞങ്ങൾക്ക് മുന്നേ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു, പിന്നെ കുറേ നാളായിട്ട് പിന്നെ വാങ്ങിയിട്ടില്ല. പിന്നെ ഈ അടുത്ത് ഞാൻ ലുലുവിൽ പോയപ്പോൾ തോന്നിയൊന്ന് വാങ്ങാമെന്ന്. അപ്പോൾ ഇതൊക്കെയാണെങ്കിൽ നന്നായിട്ട് പാല് തിളച്ച് പോവേ അങ്ങനെ നന്നായിട്ട് കൂടുതലായിട്ട് വെള്ളമൊക്കെ പോവുകയാണെങ്കിൽ പെട്ടെന്ന് വൈപ്പ് ചെയ്തെടുക്കാനായിട്ട് ഈ സ്പോഞ്ച് ഭയങ്കര നല്ലതാട്ടോ. പിന്നെ ഇതിൻ്റെ കൂടി സ്ക്രബ്ബർ ഫ്രീ ഉണ്ട് കേട്ടോ, ഒരു സ്ക്രബ്ബർ ഫ്രീ ഉണ്ട്. അതിങ്ങനെ നല്ല ഹാർഡായിട്ടുള്ള ഇത് കുറച്ച് കളയാനൊക്കെ ആയിട്ട് പറ്റുന്നതാണ്, സോഫ്റ്റ് സർഫേസിലൊന്നും പറ്റില്ല കേട്ടോ. ഇത് മൈഗ്ര കോട്ടെന്ന് പണ്ടൊരു ടാബ്ലറ്റാണ് കേട്ടോ, കോട്ടയ്ക്കലിൻ്റെ. ഇത് മൈഗ്രെയിനിന് ഭയങ്കര യൂസ്ഫുള്ളായിട്ടുള്ളൊരു ടാബ്ലറ്റാണ്. എൻ്റെ ഒരു ഫ്രണ്ട് ആയുർവേദ ഡോക്ടറാണ്, അവളാണ് എനിക്ക് പറഞ്ഞു തന്നെ. ആർക്കെങ്കിലും ഇതിനെപ്പറ്റി വിശദമായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ എനിക്കൊന്ന് കമൻറ്റ് ചെയ്ത് തന്നാൽ മതി കേട്ടോ, അപ്പോൾ ഞാനത് പറഞ്ഞു തന്നോളാം. പിന്നെ എന്തെങ്കിലും ആയുർവേദപരമായിട്ടുള്ള എന്തെങ്കിലും ഡൗട്ടോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞ ഒരു ദിവസം അവളായിട്ട് ഞാൻ ഒരു വ്ളോഗ് ചെയ്യാവുന്നതാണ് കേട്ടോ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളതൊന്ന് കമൻറ്റിലൂടെ ഒന്ന് അറിയിച്ചാൽ മതി. അങ്ങനെ 7 മണിയായി. 7 മണിക്കാണ് മിക്കവാറും വീട്ടിൽ പ്രാർത്ഥന എത്തിക്കുക. ഇനി അഥവാ എന്തെങ്കിലും കുട്ടികളുടെ പഠിത്തം എന്തെങ്കിലും കഴിഞ്ഞിട്ടില്ലെങ്കിൽ മാത്രമാണ് 8 മണി 8:30 ആ സമയത്തേക്ക് പോവുള്ളൂ. അപ്പോൾ എല്ലാ ദിവസവും കുടുംബ പ്രാർത്ഥന എത്തിക്കും. കുടുംബ പ്രാർത്ഥന എത്തിച്ച് കഴിഞ്ഞിട്ടേ പിന്നെ ഭക്ഷണമൊക്കെ കഴിക്കുള്ളൂ കേട്ടോ. അതെല്ലാവരും കൂടി ഒരുമിച്ച് ഇരുന്നങ്ങ് പ്രാർത്ഥിക്കും. ഇന്നാണെങ്കിൽ ചേട്ടൻ ഓവർ ടൈം, അത് കാരണം ചേട്ടനൊന്നും ഉണ്ടായിരുന്നിട്ടില്ല. ഞങ്ങൾ 4 പേരും കൂടിയിട്ടാണ് പ്രാർത്ഥന എത്തിക്കാനായിട്ട് പോണത്. ഇവർക്ക് വിളിക്കുമ്പോൾ വലിയ ഇഷ്ടമൊന്നുമില്ല. ചില സമയത്ത് അവർ TV കാണണം എന്നൊക്കെ പറയും. പക്ഷെ എന്നാലും ഞാൻ നിർബന്ധിച്ച് എല്ലാവരും ഒരുമിച്ച് ഇരുത്തിയിട്ട് നിർബന്ധമായിട്ട് പ്രാർത്ഥിപ്പിക്കും. അവർക്ക് ഇപ്പം ഞാൻ വിളിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടൊക്കെ തോന്നിയിട്ടുണ്ടാവും. പക്ഷേ അത് ചെറുപ്പത്തിലേ തന്നെ എല്ലാവരും കൂടി ഒന്ന് പ്രാർത്ഥിക്കണം എന്നുള്ളൊരു ശീലം വന്നു കഴിഞ്ഞാൽ എത്ര വളർന്നാലും അവരതിൽ നിന്ന് അങ്ങോട്ട് പിന്നോട്ട് പോവില്ല. അത് ഒരു പോസിറ്റിവിറ്റിയാണ്. നമ്മുടെ വീടിനും അതെ, നമ്മുടെ മൈൻഡിനും എല്ലാത്തിനും നല്ലതല്ലേ. ചെറുപ്പത്തിൽ ഞാനിങ്ങനെ തന്നെയായിരുന്നു കേട്ടോ. എൻ്റെ അമ്മയൊക്കെ എന്നെ എന്തോരം ചീത്ത പറഞ്ഞിട്ടുണ്ടെന്ന് അറിയോ, പ്രാർത്ഥന എത്തിക്കാൻ മടിയായിട്ട്. എന്നിട്ട് അമ്മ എന്നെ കുറേ ചീത്ത പറയും, എൻ്റെ അനിയത്തിമാരെ ചീത്ത പറയും. അങ്ങനെ പ്രാർത്ഥന എത്തിക്കുമ്പോൾ ഇരുന്ന് ഞങ്ങളൊക്കെ ഇരുന്ന് ചിരിക്കും. അപ്പം അമ്മ ഇങ്ങനെ കണ്ണുരുട്ടി പേടിപ്പിക്കും. അങ്ങനെ ഒരുപാട് അനുഭവം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഒരു അമ്മയായപ്പോഴാണ് അതിൻ്റെയൊക്കെ ഒരു പ്രാധാന്യം മനസ്സിലാവണേ. നമുക്ക് ഓരോ പ്രായം എത്തുമ്പോഴൊക്കെ നമ്മളതങ്ങ് പഠിച്ചോളും. പിന്നെ എല്ലാ മതത്തിൽപ്പെട്ട എല്ലാവർക്കും പ്രാർത്ഥനയുണ്ട്. അപ്പം നമ്മളെവിടെ നമ്മൾ നന്നായി പ്രാർത്ഥിക്കണോ അവിടെ നല്ലൊരു പോസിറ്റിവിറ്റി ഉണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. പിന്നെ അത് എല്ലാതും ഓരോരുത്തരുടെ ഒരു ഇഷ്ടമാണ്. ഞാൻ ആരും നിർബന്ധിക്കുകയല്ല, ഞാൻ എൻ്റെ ഒരു കാര്യം പറയാണ്. അങ്ങനെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞു. അവസാനം സ്തുതി കൊടുക്കലാണ്. എല്ലാവരും ആദ്യം സ്തുതി കൊടുക്കുക അപ്പയ്ക്കാണ്. അന്ന് അപ്പയില്ലാത്തതുകൊണ്ട് എല്ലാവരും എനിക്കാണ് തന്നത്. പിന്നെ ചേട്ടനും അനിയനും ചേച്ചിയൊക്കെ കൂടി അങ്ങ് സ്തുതി കൊടുക്കും. അങ്ങനെ പ്രാർത്ഥന കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും കൂടി കുറച്ച് നേരം TV ഒക്കെ കണ്ടു. പിന്നെ ചോറിനുള്ള സമയമായിപ്പോൾ അന്നമ്മ പറഞ്ഞു പപ്പടം വറുക്കാൻ വേണം. അപ്പം ഞാൻ അതേ കുറച്ച് പപ്പടം വറുക്കാണ്. ഞാൻ പാട്ടും പാടിക്കൊണ്ട് ഇങ്ങനെ പപ്പടം വറുക്കാം. പാട്ട് ആർക്കും ഇഷ്ടമില്ലാത്ത, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പാട്ട്. നമ്മുടെ ലാലേട്ടൻ 6-ാം തമ്പുരാനിൽ പറഞ്ഞൊരു ഡയലോഗ് ഓർമ്മ വരുന്നത്, സംഗീതം പഠിക്കണമെന്ന മോഹവുമായി ഞാൻ ചെന്നെത്തിയത് ഒരു സിംഹത്തിൻ്റെ മടയിൽ. എനിക്ക് അങ്ങനെ ഒരു മടയും കിട്ടിയില്ല കേട്ടാ. എന്നെ വിട്ടില്ല എന്നുള്ളതാണ് സത്യം. എൻ്റെ അപ്പൻ എന്നെ വിട്ടിട്ടില്ല. അങ്ങനെ ഒരു കലാപരമായിട്ടുള്ളൊരു കാര്യങ്ങൾക്കും എൻ്റെ അപ്പച്ചന് താല്പര്യമില്ലായിരുന്നു. അങ്ങനെ നിർഭാഗ്യവശാൽ എനിക്കൊന്നും പഠിക്കാനൊന്നും പറ്റിയില്ല. കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ എനിക്ക് ക്ലാസിക്കൽ ഡാൻസ് ഭയങ്കര ഇഷ്ടമായിട്ടാണ് അതൊക്കെ പഠിച്ചത്. അതെൻ്റെ കെട്ടിയോൻ എന്നെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതിന് ഭയങ്കര താങ്ക്സ് പറയാം ഞാനിപ്പോൾ ചേട്ടനോട്. പക്ഷേ കല്യാണം കഴിയണ വരെ ഞാൻ അപ്പച്ചൻ്റെ കാലൊക്കെ പിടിച്ചിട്ട് ചർച്ചുകളിൽ കയറി പറ്റിയായിരുന്നു. പിന്നെ കല്യാണം കഴിഞ്ഞതിന് ശേഷം പിന്നെ ട്രിവാൻഡ്രത്തേക്കൊക്കെ വന്നേ പിന്നെ അതും സ്റ്റോപ്പായി. പക്ഷേ പാട്ടിനോടുള്ള ഇഷ്ടം ഇന്നും പോയിട്ടില്ല, ഇനി ഒരിക്കലും പോവില്ല. അത്രയും ജീവനാണ് പാട്ട്. ഞാനിപ്പോൾ അത് കാരണം എനിക്ക് വേറെ എവിടെയും പാടാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ എൻ്റെ വീട്ടിൽ ഇങ്ങനെ ഇരുന്ന് പാടും. ഞാനും മക്കളും കൂടി ഒരുമിച്ചിരുന്ന് പാടും. ഞാൻ ഗാർഡനിങ് ചെയ്യുമ്പോഴും കുക്കിംഗ് ചെയ്യുമ്പോഴും എന്ത് ജോലി ചെയ്യുമ്പോഴും പാട്ട് പാടിക്കൊണ്ട് ചെയ്യും. അപ്പോൾ ഒരു വല്ലാത്തൊരു ഭയങ്കര അപ്പോൾ നമ്മുടെ വീട്ടിലാകുമ്പോൾ നമുക്കിങ്ങനെ സംഗതികളൊക്കെ ഇങ്ങനെ നല്ല നീട്ടിട്ടൊക്കെ സംഗതികൾ ഇട്ടാലും പിച്ചൗട്ടായാലും കളിയാക്കാനോ ചിരിക്കാനോ ആരുമില്ലല്ലോ. അപ്പം ഞാൻ അങ്ങോട്ട് പാടും. നിങ്ങളുടെ ഉള്ളിൽ ഇങ്ങനെ കഴിവുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളിങ്ങനെ പാടിക്കോളോട്ടെ. നിങ്ങൾക്ക് എന്തെങ്കിലും അവസരം വരുന്നുണ്ടെങ്കിൽ നിങ്ങളവിടെ അവസരം തേടി പിടിച്ച് എങ്ങനെയെങ്കിലും ആ കഴിവുകൾ ഇങ്ങനെ വളർത്തിയെടുക്കാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ അങ്ങനെ ഞങ്ങൾക്ക് ചോറിനുള്ള സമയമായി. അപ്പോൾ ഞങ്ങൾ പോയി ചോറിനിട്ടേട്ടാ. പിന്നത്തെ ചെറിയ വ്ളോഗ് ഇത്രയ്ക്കുള്ളൂ. ടാറ്റാ, ബൈ ബൈ.